സർ, അമേരിക്കൻ കോൺഗ്രസ് MP ഇൻഹാൻ ഒമാൻ ഇൻഡോ അമേരിക്കൻ മുസ്ലിം ഫൗണ്ടേഷന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരെ വംശഹത്യ നടത്തുന്നതിൽ 8ാം സ്റ്റേജിലാണെന്ന്. ഇതിലെന്താണ് സർ വാസ്തവം? ഇല്ല, ഇപ്പം 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹവും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്ര പാരമ്പര്യം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിലനിർത്തി പോകുന്നതിനകത്ത് മോദി സർക്കാർ വളരെ കൃത്യവും ശ്രദ്ധയുമായിട്ട് പോകുന്നു. അപ്പം ഇന്ത്യക്കെതിരെ ലോകത്തുടനീളം ഇന്ത്യക്കകത്തും പുറത്തും നീക്കങ്ങൾ നടത്തുന്നതിന് വലിയൊരു ശക്തിയുണ്ട്. എന്നിട്ട് നമ്മൾക്കറിയാമല്ലോ, ജോർജ് സോറസ് പോലെയുള്ളവരൊക്കെ കോടാനുകോടി രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്ത് ലിസ്റ്റ് ചെയ്യുമ്പം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആദ്യം പറയുന്ന പേര് ജനാധിപത്യവും മതേതരത്വവും പറയുമ്പോൾ ഇന്ത്യയുടെ പേര് പറയേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതൊക്കെ അതിനുശേഷം അമേരിക്കയൊക്കെ വരും. അപ്പം അത് അങ്ങനെയല്ല, യഥാർത്ഥത്തിലുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലേക്ക് പ്രചരണം നടത്തുകയും, അല്ലെങ്കിൽ ഇത്തരം പ്രചരണത്തിൽ കൂടി ഇന്ത്യക്കകത്ത് ഈ പറയുന്ന അനാവശ്യമായിട്ടില്ലാത്ത ഒരു സ്പർദ്ധ ഉണ്ടാക്കിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ അരോസ്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അതായത് ഈ പറയുന്ന ഇൻഹാൻ ഒമർ എന്ന് പറയുന്ന പെണ്ണുമ്പിള്ള, ഇവള് സൊമാലിയക്കാരിയാണ്. ഇവൾ അവിടുന്ന് തെണ്ടിത്തിരിഞ്ഞ് ആ രാജ്യത്ത്, സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്ത് ആഭ്യന്തര കലകം ഉണ്ടായി, അതിനകത്തുനിന്ന് അവിടുന്ന് ഓടി, നമ്മൾ പറയത്തില്ലേ ചില ടെന്റുകളിലൊക്കെ അഭയാർത്ഥി ക്യാമ്പിൽ കിടന്ന് അവിടുന്ന് ഇവിടെ നുഴഞ്ഞു കയറി, പുഴുവിന്റെ കൂട്ട് നുഴഞ്ഞ് അമേരിക്ക കയറി. അമേരിക്കയിൽ ഇപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അതായത് MP അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് MP. അപ്പൊ ഇപ്പൊ അവിടുന്ന് വന്ന് അവിടുത്തെ നാട്ടിൽ നടന്ന പ്രശ്നവും അവിടുത്തെ ആഭ്യന്തര വിഷയവും അവൾ അനുഭവിച്ച പ്രശ്നങ്ങളോ സൊമാലിയയുടെ കാര്യങ്ങളോ ഒന്നും അവർക്ക് ചർച്ച ചെയ്യണ്ട, ആഫ്രിക്കൻ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട, ഇറാനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട, ഈ അറബ് രാജ്യങ്ങളിലകത്ത് ജനാധിപത്യം ഇല്ലായ്മയെ പറ്റി ചർച്ച ചെയ്യണ്ട. ഏറ്റവും മുന്തിയ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യമുള്ളതും ഏറ്റവും സുഖമായ രീതിയിൽ, സ്വാതന്ത്ര്യമുള്ള രീതിയിലും, അല്ലെങ്കിൽ ഏറ്റവും സുഭിക്ഷമായ രീതിയിലും, അതുപോലെ ജനസംഖ്യാനുപാതം വംശഹത്യ നടക്കുന്നിടത്ത് മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം. വംശഹത്യ നടക്കുന്നിടത്ത് എങ്ങനെ അത്തരത്തിൽ പോപ്പുലേഷൻ കൂടുന്നു? ആ ഇന്ത്യയുടെ പുറത്തോട്ട് കയറുമോ? മനസ്സിലായില്ലേ? ഇവക്ക് ഇവിടെ ഈ സോക്കേട് തുടങ്ങിയിട്ട് നേരത്തെ തുടങ്ങിയതാ. കാശ്മീരിൽ ഇവള് വന്നിട്ടൊരു ആഹ്വാനമൊക്കെ നടത്തി, ഇന്ത്യക്കെതിരെ കാശ്മീരിലെ ആൾക്കാർ പോരാടണം. അന്ന് ഇന്ത്യ താക്കീത് കൊടുത്ത് വിട്ടു. കാശ്മീർ കീറിയേക്കർ ഈ സൈസ് സാധനത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കരുത് അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്ത് വിട്ടതാ. അപ്പൊ ഇപ്പോഴും ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതായത് മുസ്ലിം ഫൗണ്ടേഷൻ, ഇൻഡോ അമേരിക്കൻ മുസ്ലിം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിന്റെ ആളായവര് ഇതുണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ ഇന്ത്യക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിലാണ് ഇവിടെ പറഞ്ഞത്, ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ വലിയ കൊടും ഹത്യകൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, അത്തരത്തിൽ വിഷയങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വംശഹത്യയുടെ 8ാം സ്റ്റേജാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. വംശഹത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂതന്റെ വംശഹത്യ കേട്ടിട്ടുണ്ട്. വംശഹത്യ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാം? മുഴുവൻ കൊല്ലുക. അതെ, ഒരു ഭരണാധികാരികൾ ഒരു വംശത്തിലുള്ളവരെ മുഴുവൻ കൊല്ലുക. അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞ വംശഹത്യ എന്ന് പറഞ്ഞാൽ അത് മതേതര രാഷ്ട്രം. അപ്പൊ ഇവിടെ ഇവര് പറയുന്ന ഇനി ഏറ്റവും നമുക്ക് വേണമെങ്കിൽ അങ്ങ് പറയാം ഗുജറാത്ത് കലാപം എന്ന് പറയാം. ഗുജറാത്ത് കലാപത്തിനകത്ത് മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് അവിടെ 2 ചേരികൾ തമ്മിലല്ലേ വിഷയം ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ അന്നത്തെ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് 759 മുസ്ലിങ്ങളും 259 ഹിന്ദുക്കളും ചത്തിട്ടു. അപ്പൊ അത് വംശഹത്യയാണ്. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിനകത്ത്. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് മണിപ്പൂരിൽ നടക്കുന്ന കലാപമല്ലേ, അവിടെയും 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അവിടെയും ഈ പറഞ്ഞ ഗോത്രങ്ങളാണ്. അവിടെ കുക്കി വിഭാഗവും മെയ്തി വിഭാഗവും എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് 2-നകത്ത് ഹിന്ദു ഉണ്ട്, മുസ്ലിമും ഉണ്ട്, ക്രിസ്ത്യാനിയും ഉണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം നടക്കുന്നത് അത് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചത്. അവിടെ നടക്കുന്നതിന്റെ പിറകിൽ ഈ പറയുന്ന ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതുകൊണ്ടല്ല, പള്ളി കത്തിക്കുന്ന കണ്ടോ? അവിടുത്തെ ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പള്ളിയല്ല കത്തിയേക്കുന്നത്, അമ്പലം. അത് വാർത്തയിലില്ല. അപ്പം അത് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിലും അപ്പൊ ഇന്ത്യയിൽ പലയിടത്തും ഇത് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കാനും, അതിനകത്ത് ബാക്കി ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾക്കോ ഒന്നും
ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു. അവിടുത്തെ ആ കലാപത്തിൻ്റെ പിറകിൽ ആരാണെന്നും അമേരിക്കയാണെന്നും ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ആണെന്നും അവിടെ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നൊക്കെ പിന്നെ നമ്മൾ കണ്ടതല്ലേ. ബംഗ്ലാദേശിൽ നിന്ന് കുറേയിടം, മ്യാൻമറിൽ നിന്ന് കുറേയിടം, ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് കുറേയിടം അവിടെ ഒരു ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ ചോദിച്ചു. അഫ്ഗാനിസ്ഥാൻ എന്ന് ഇവരിരുന്ന സമയത്ത് അവർ പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവരാണല്ലോ ഇത് വെളിപ്പെടുത്തി. ഹസീന ഓർമ്മയുണ്ടല്ലോ, അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ. അപ്പോൾ അവിടുത്തെ കലാപത്തിൻ്റെയൊക്കെ പുറകിൽ ഈ പറയുന്നത് പോലെയുള്ള നീക്കമാണ്. അതിനനുകൂലമായിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യക്കകത്ത് ഇതുമാതിരിയുള്ള രാജ്യവിരുദ്ധ ശക്തി, സോറസിന്റെ കൂടെ കാണുന്ന ആരാ, സംസാരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി. ഇന്ത്യക്കകത്ത് ഈ പറയുന്ന അമേരിക്ക ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിനെ വെച്ച് ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അകത്ത് പ്രശ്നമുണ്ടാക്കി, അവിടെ കലാപം ഉണ്ടാക്കി, വിഘടനം ഉണ്ടാക്കിയ സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് ശത്രുക്കൾക്ക് പ്രാപ്തമായിട്ടുള്ള രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആരാ സഹായമായിട്ടിരിക്കുന്നത്? നമ്മുടെ രാഹുൽ ഗാന്ധി. അപ്പോൾ നാം മനസ്സിലാവാൻ പറ്റാം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി സംസാരിച്ച കണ്ടില്ലേ? അപ്പോൾ സോണിയാഗാന്ധി സംസാരിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സംസാരിച്ച് പലസ്തീൻ, അതായത് പാകിസ്ഥാന്റെ ഇനിയും വരുന്ന വിഷയത്തിനകത്ത് പാകിസ്ഥാന്റെ കൂടെ അടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശത്രു രാജ്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇസ്രയേലാണെന്നറിയാം. അതുകൊണ്ട് ഇസ്രയേലിനെ കഴിഞ്ഞ ദിവസം കയറി ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ഇവരുടെക്ക് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽസിനെയും ഇസ്ലാമിസ്റ്റുകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്ന ജോലിയായിട്ടാണ് ഇവിടുത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് ചെയ്തുകൊണ്ടിരുന്നത് മറഞ്ഞിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് പൊളിച്ചു കാണിക്കുന്നുണ്ട്. നേരത്തെ ഇത് നമ്മൾ പറയത്തില്ലേ, മുഖംമൂടിയായിരുന്നു. അശ്വത്ഥാമാവിലെ മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവിനെ കൊല്ലുന്നതിന് വേണ്ടി പറഞ്ഞെങ്കിൽ അശ്വത്ഥാമാവെന്ന് ആനയെന്നുള്ളത് വല്ല പറഞ്ഞു. അപ്പൊ അശ്വത്ഥാമാവിനെ കൊന്നു പറഞ്ഞുകൊണ്ട് ദ്രോണർ അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ കൊല്ലുന്നത് എന്ന് പറഞ്ഞുള്ള പണിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറിയൊക്കെ തൊട്ട് ഹിന്ദുവാണ് അല്ലെങ്കിൽ മറ്റു പലതുമാണ്, മതേതരത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉതകാത്ത താല്പര്യങ്ങൾ, മറ്റ് ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്നവരുടെ താല്പര്യങ്ങൾ, മറ്റു പലതും ഒക്കെ ആയിട്ടുള്ള താല്പര്യങ്ങൾ അതിന് വേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനകത്തുള്ള ആൾക്കാരെ ഇപ്പൊ ആണെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീയെ കാണാൻ രാഹുൽ ഗാന്ധി പോകും. ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, അതിന് സാധ്യതയുണ്ട്, ഇവരുമായിട്ട് ബന്ധമുണ്ടാവും. അതായത് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഇതുപോലെ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഇവരുടെയൊക്കെ പുറകിൽ ഈ സോമാലിയ എന്ന് വന്നവളാണല്ലോ, ഇവിടെ അവിടുത്തെ MP ആണല്ലോ, ഇവിടെയൊക്കെ പുറകിൽ കോടാനുകൂടി രൂപ കിട്ടും. അല്ല നിസ്സാരമായിട്ടല്ലേ. ജോർജ് സോറസ് പോലെയുള്ള മറ്റു പലരും ഇവള് പറയുമ്പോൾ ഇത് രാജ്യം മൊത്തം വാർത്തയാവുമല്ലോ. ഇവിടെ അമേരിക്കൻ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ ഇത് പറയുന്ന നമ്മുടെ പാർലമെന്റിൽ ഇരിക്കുന്നവളാണല്ലോ, അല്ലെങ്കിൽ നിസ്സാരക്കാരിയല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ട്രംപ് ഇതിനൊക്കെ എതിരാ. അപ്പോൾ ട്രംപ് നേരത്തെ ഈ അവിടുത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ അവിടുത്തെ ആനുകൂല്യം മേടിച്ചുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റക്കാരൻ പഠിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനം നമ്മുടെ ഇവിടുത്തെ ഡൽഹിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ അവിടുന്ന് ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇതുപോലെ നുഴഞ്ഞുകയറ്റക്കാരൻ അവിടെ കയറുന്നു, ഇവിടുന്ന് പഠിക്കുന്നു. എന്നിട്ട് ഈ ക്യാമ്പസിനകത്ത് നേരത്തെ വിഷയം ഉണ്ടല്ലേ, ക്യാമ്പസിനകത്ത് നിന്നുകൊണ്ട് ആ പണി അവരുടെ പൈസ കൊണ്ടും അവരുടെ ആനുകൂല്യം കൊണ്ടും ഈ പറയുന്ന കുടിയേറ്റക്കാരൻ അനുവദിച്ചിട്ട നിയമം കൊണ്ടും ഇപ്പൊ ഇവള് MP ആയതെങ്ങനെ അവിടെ കിടന്ന് വട്ടി കിടന്ന് ആവാൻ തുടങ്ങിയോളാം. ഏത് സോമാലിയയില് ഇവിടെ വന്ന് ചുഴഞ്ഞു കയറി അങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് MP ആയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും MP ആയി. ഇപ്പൊ ഇവിടെ ലോകത്തിന് മൊത്തം തട്ടായിട്ട് നിൽക്കുക. മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ അവിടെ നുഴഞ്ഞു കയറി. ഇപ്പൊ അത് കുടിയേറ്റ നിയമത്തിനകത്ത് ഇയാളതിനകത്ത് കർശന നിലപാടെടുക്കുന്നതിന്റെ കാര്യം ഇതാ. ആ രാജ്യം കുറെ ദിവസം കഴിയുമ്പോഴത്തേന് രാജ്യത്തുള്ളവൻ വെളിയിൽ പോകും. നമ്മൾ പശ്ചിമ ബംഗാളിൽ മുമ്പ് ഒരു കഥ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിലുള്ളവന് വെളിയിൽ പോകും, കയറുന്നവനോട് ആദ്യത്തെ ഇതേപോലെ കുടിയേറ്റം യൂറോപ്യൻ കൺട്രീസിൽ മൊത്തത്ത് കുടിയേറ്റ നിയമത്തിനകത്ത് വന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ മൊത്തം ഇതേമാതിരിയുള്ള വിഷയങ്ങൾ ആ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഇന്നവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിലനിൽപ്പില്ലാതെ വരുന്നു. അവർ മറ്റവരവിടെ കുടിയേറി അവിടെ താമസിക്കാൻ വരുമ്പോൾ മതവും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞിട്ട് ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നേരത്തെ ട്രംപ് ഈ പറയുന്ന പോലെ ഇപ്പൊ ട്രംപ് ഇവർക്കും എതിരാണ്, ഇവർ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ യൂണിവേഴ്സിറ്റികളിൽ ഇതുപോലുള്ള കടന്നുകയറ്റക്കാര് അത്തരത്തിൽ പഠിക്കുന്നവരെ അവരിതുപോലെ ആ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെയുള്ള ഇടത്ത് ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനും കുടിയേറ്റക്കാർ ശ്രമിക്കുന്നതിനകത്ത് നന്ദി പറയേണ്ടതിനെ പുള്ളി അറസ്റ്റ് ചെയ്ത് പൂട്ടി
വിസയും കട്ട് ചെയ്ത് വിട്ട ഓർമ്മയില്ലേ? അപ്പൊ ഇതേമാതിരിയുള്ള ആൾക്കാർ, ഇത് അതും ജനാധിപത്യ രാജ്യമാണല്ലോ, അവിടുത്തെ നിയമങ്ങളുണ്ട്. അപ്പൊ അവിടെ കടന്നു കയറുക, ആ രാജ്യത്തെ നശിപ്പിക്കുക, ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക. അത് യൂറോപ്യൻസിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ, അഭയാർത്ഥികളല്ലേ, നമ്മൾ വന്നു ഇന്നും നമ്മുടെ ഒരു സ്റ്റൈലുണ്ട്, അഭയാർത്ഥിയൊക്കെ കാര്യം ശരി ആവശ്യമുള്ള കയറിയാൽ മതി എന്നുള്ള സ്റ്റൈല്, എന്നിട്ട് തന്നെ ഇവിടെ കയറി കിടക്കും, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതേ രീതിയിലേക്ക്. അപ്പം ഇതിനകത്ത് ഇവളെ സത്യം പറഞ്ഞാൽ തട്ടിക്കളയണം. അതിനകത്ത് നമ്മൾ ഈ അജ്ഞാതന്മാരെ ഒന്ന് വിട്ടാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ എന്തിനാ നിരന്തരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്തായാലും ഒരു ചെറിയ ഓപ്പറേഷൻ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സെറ്റപ്പ് അനുസരിച്ച് അതിന് പാടൊന്നുമില്ല, മനസ്സിലായി. അപ്പൊ അത് ഇവളൊരു സ്ഥിരം ശല്യമാണ്. ഇവിടെ നേരത്തെ കാശ്മീരി വന്നു നേരിട്ട്, അന്ന് ഇന്ത്യ പറഞ്ഞ് ഇവിടുന്ന് വിമാനത്താവളത്തിലും കണ്ടു വെച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് വിട്ടതാ. അപ്പൊ ഇവള് സ്ഥിരം ഇവിടെ പരിപാടി ഇതാണ്. ആണ്ടി 2 വട്ടം ഇവിടെ ഈ മുസ്ലിം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാമാനം കൂടുന്നത് തന്നെ ഈ വർത്തമാനം പറയാനാണ്. ഈ വർത്തമാനം കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് വീണ്ടും അത് ചിന്തിക്കുന്നത്. ഈ വർത്തമാനം പറയുന്നത് കൊണ്ട് വലിയ ഗുണവും ഉണ്ട്, മനസ്സിലാവും. അപ്പം ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യവും അമേരിക്കയുടെ കുടിയേറ്റ നിയമവും അല്ലെങ്കിൽ ഈ മറ്റു പലതും ഈ പറയുന്നത് പോലെ ഈ ജോർജ് സോറോസ് പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് അമേരിക്കയെ ഉൾപ്പെടെ നശിപ്പിക്കുക. അവരെ ഉപയോഗിച്ച് ലോകത്ത് അവരുടെ തിട്ടൂരങ്ങൾ വഴങ്ങാത്ത ഇടങ്ങളിൽ പ്രശ്നമുണ്ടെന്ന് കാണിക്കാൻ. ഈ ജോർജ് സോറോസ് എത്ര പണിഞ്ഞൊക്കെയും 2014 ശേഷം ഇവിടെ പണി ഏൽക്കുന്നില്ല. കാരണം മിക്കവാറും അവിടത്തെല്ലാം പുള്ളി പണിഞ്ഞ് തറയെ കളയുന്ന ആളാണ്. പക്ഷെ ഇവിടെ പണി ഏൽക്കുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ നോക്കുകയാണ്. കാരണം ഈ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഇതുപോലുള്ള ആൾക്കാർ 1 പണി കൊണ്ടോ 9 പണി കൊണ്ടോ അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ 9 കൊല്ലം കൊണ്ടോ കാര്യങ്ങൾ നിർത്തുന്നവരല്ല. അവർ തുറന്നുകയും നടത്തിക്കൊണ്ടേയിരിക്കും. ഏതായാലും വരട്ടെ, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.